ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. റീൽസിലും പിക്ചേഴ്സിലും മാത്രം കണ്ടിട്ടുള്ള ഒരു സ്ഥലം, ഒരിക്കലും ജീവിതത്തിൽ കാണാൻ കഴിയുമെന്ന് വിചാരിക്കാത്ത ഒരു കാഴ്ച. അതിനായിട്ടാണ് ഇന്നത്തെ എന്റെ യാത്ര. 2 ദിവസം മുമ്പ് നമ്മുടെ ഒരു ഫ്രണ്ട് വിളിച്ചു ചോദിച്ചു, സൺഡേ ഫ്രീ ആണോ, ഒരിടം വരെ പോകാമെന്ന്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, സൺഡേ കളറാക്കാൻ വേണ്ടി ഞങ്ങളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല കേട്ടോ. 11 മണിയായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ. നാട്ടിലെ പോലെ അല്ല ഇവിടെ. നമുക്ക് തോന്നിയതുപോലെ സ്പീഡ് കൂട്ടി പോകാനൊന്നും പറ്റില്ല. ഇവിടെ റോഡ് നിയമങ്ങളൊക്കെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ്. ഓരോ സ്ഥലത്തും ഇവർ സ്പീഡ് ലിമിറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ പോകാൻ പറ്റൂ. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് 20 മിനിറ്റ് യാത്രയേ ഉള്ളൂ കേട്ടോ അങ്ങോട്ടേക്ക്. നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഏകദേശം 1 അവർ ട്രാവൽ ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ളത് കൊണ്ട് ആദ്യം എത്താമെന്ന് വിചാരിച്ചെങ്കിലും നമ്മൾ എത്തിയത് അവസാനമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി, എല്ലാവരെയും കണ്ടു. ഇനി ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോവാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പിങ്കിൾസ് ഫാമിലാണ് കേട്ടോ. ഇവിടെ മെയിനായിട്ട് ബെറി പിക്കിങ്ങും ഫ്ലവേഴ്സ് പിക്കിങ്ങും ആണ് ഉള്ളത്. ഒഷാവയ്ക്കടുത്ത് ഹാംപ്ടൺ എന്ന സ്ഥലത്താണ് ഈ ഫാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. രാവിലെ 9 മണി തൊട്ട് ഈവനിങ് 6 മണി വരെ വീക്ക് ഡേയ്സും വീക്കെൻഡ്സും ഈ ഫാം ഓപ്പൺ ആണ് കേട്ടോ. ഇന്നത്തെ ഇവിടുത്തെ വെതർ പോരുന്ന വഴിക്ക് കാലിലിരുന്ന് ചെക്ക് ചെയ്തപ്പോൾ മോർണിംഗ് നല്ല വെയിലും ഈവനിങ് നല്ല മഴയാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നതിന് ശേഷം തുടങ്ങിയ ഒരു ശീലമാണ് കേട്ടോ പുറത്തു പോകുന്നതിന് മുമ്പ് കാലാവസ്ഥ എങ്ങനെയാണെന്ന് നോക്കുന്നത്. ഇവിടെ ഇപ്പോൾ മഴയും വെയിലും മാറി മാറി വരാറുണ്ട്. അങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് അഡ്മിഷൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന 2 ടിക്കറ്റ് കൗണ്ടേഴ്സ് ആണ് കേട്ടോ. പക്ഷേ അതിലൊന്നന്ന് ക്ലോസ്ഡ് ആയിരുന്നു. $12 ഒരാൾക്ക് അവിടെ എൻട്രി ഫീ ആയിട്ട് വരുന്നത്. എല്ലാ ദിവസവും ആ റേറ്റ് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ഓൺലൈൻ ബുക്ക് ചെയ്യുവാണെങ്കിൽ $10 ഒരാൾക്കാവുന്നത്. മലയാളികളായ നമ്മൾക്ക് ചുമ്മാ പൈസ കളയുന്നതിനോട് പൊതുവേ താല്പര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ് എടുത്തത്. ഞങ്ങൾ 13 പേരായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നേ. അധികം ആളുകളൊന്നും അവിടെ കാണില്ല എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചേ. പക്ഷെ എനിക്ക് തെറ്റി. ഞാൻ വിചാരിച്ചതിലും അധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ ഫുൾ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. മിക്ക സ്ലോട്ടും ഫില്ലായിരുന്നു. നമ്മൾ ക്യാഷ് പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഒരു ബാൻഡ് കിട്ടും. അത് കയ്യിൽ കെട്ടിയിട്ട് നമുക്ക് അകത്തേക്ക് കയറാട്ടോ. ഇതെങ്ങനെ കിട്ടുന്നതെന്ന് നോക്കുവാണ് കേട്ടോ. അങ്ങനെ എനിക്കും കിട്ടിയിട്ടോ ഒരു ബാൻഡ്. ഈ ബാൻഡ് ഉണ്ടെങ്കിലാണ് കേട്ടോ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റും. അങ്ങനെ എല്ലാവരും കയ്യിൽ ബാൻഡൊക്കെ കിട്ടി അകത്തേക്ക് കയറുവാണ്. അപ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. എല്ലാവരും ധൃതി പിടിച്ചു പോകുന്ന ഈ വണ്ടീൻ്റെ അകത്ത് കയറാനാണ് കേട്ടോ. നമ്മളെ ഫാമിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ ഇങ്ങനെ 2 വണ്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ വണ്ടികൾ ഇങ്ങനെ ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ വരും. അങ്ങനെ നമ്മൾ ഫാമിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. 2 സ്റ്റോപ്പാണ് ഉള്ളത്. ആദ്യം നമ്മൾ ഇറക്കുന്നത് ബെറി ഫാമിലാണ്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള സമയം അത്രയും ചെലവഴിക്കാം. അത് കഴിഞ്ഞ് വരുന്ന ഏതെങ്കിലും വണ്ടിയിൽ കയറി നമുക്ക് ഫ്ലവർ പിക്കിങ്ങിന് പോവാം. ഈ പോകുന്ന വഴിയിലൊക്കെ കാണുന്നത് ആപ്പിളിന്റെ മരമാണ് കേട്ടോ. നിറയെ ആപ്പിൾ ഉണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 5 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം ഫസ്റ്റ് സ്റ്റോപ്പ് എത്തി. നമ്മൾ എല്ലാവരും ഇറങ്ങി നടക്കുവാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ റാസ്ബെറിയും ബ്ലൂബെറിയും ആണ് കേട്ടോ ഉള്ളത്.
നമ്മൾ ചുമ്മാ കണ്ടുപോകുന്നതേ ഉള്ളൂ എങ്കിൽ എക്സ്ട്രാ പൈസ പേ ചെയ്ത് ഒരു ബാസ്ക്കറ്റ് ഒന്നും വാങ്ങണമെന്നില്ല. അതല്ല, ബെറീസ് പിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ പേ ചെയ്ത് ബാസ്ക്കറ്റ് വാങ്ങണം. ഈ ഫാമിന്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ബാസ്ക്കറ്റ് വിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് നിന്ന് നമുക്ക് ക്യാഷ് പേ ചെയ്തിട്ട് ബാസ്ക്കറ്റ് വാങ്ങാം. അങ്ങനെ നമ്മളൊരു 4 ബാസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാവുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്രയും പറിച്ച് വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യാം, ഇഷ്ടമുള്ള അത്രയും പറിച്ച് കഴിക്കുകയും ചെയ്യാം. ആദ്യം പോയത് റാസ്ബെറി പറിക്കാനായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൽ നിന്ന് എല്ലാവരും പറിച്ചത് കൊണ്ടായിരിക്കണം എല്ലാ ചെടിയിലും കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാവരും നല്ല റാസ്ബെറി നോക്കി തെരഞ്ഞു പിടിച്ച് പൊട്ടിച്ച് ബാസ്ക്കറ്റ് നിറയ്ക്കാൻ നോക്കുവാണ്. എനിക്ക് ഈ ഫാമിലെ ഫ്രഷായ റാസ്ബെറിയുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണം എന്നുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഒരെണ്ണം അവിടെ നിന്നും തന്നെ പൊട്ടിച്ച് കഴിച്ചു കേട്ടോ. കൊള്ളായിരുന്നു കേട്ടോ, നല്ല മധുരം ഉണ്ടായിരുന്നു. ഇത്രയും റാസ്ബെറി ആണ് കേട്ടോ നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നേ. നെക്സ്റ്റ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ബ്ലൂബെറി പറിക്കാനാണ്. റാസ്ബെറിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ബ്ലൂബെറി ഉള്ളത്. ബ്ലൂബെറി പക്ഷേ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. റാസ്ബെറി പോലെ ആയിരുന്നില്ല, നല്ലത് നോക്കി പറിച്ചാൽ മാത്രം മതിയായിരുന്നു. എല്ലാവരും ആവേശത്തോടുകൂടെ ബ്ലൂബെറി പറിക്കുവാണ്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ അത്രയും ചൂട് തന്നെ ഇപ്പോൾ ഇവിടെയും ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഓ, റാസ്ബെറി കഴിച്ചു നോക്കിയതുപോലെ ബ്ലൂബെറിയുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ ഞാൻ അവിടെ നിന്ന് ഒരു ബ്ലൂബെറി പറിച്ച് കഴിച്ചു കേട്ടോ. പക്ഷെ ഞാൻ പറിച്ചത് പച്ചയായത് കൊണ്ടായിരിക്കണം, നല്ല പുളിയായിരുന്നു. എനിക്കതങ്ങ് അത്രയ്ക്കും ഇഷ്ടമായില്ല. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ബ്ലൂബെറി പിക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് പോവാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ. ഫസ്റ്റ് വണ്ടി വന്നു, പക്ഷെ നമ്മളെ കയറ്റിയില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒരു വണ്ടി വന്നു, അതും നമ്മളെ കയറ്റിയില്ല. പിന്നെയാണ് മനസ്സിലായേ ഇവരിറക്കിയ സ്ഥലത്ത് പോയി നിന്നാൽ മാത്രമേ ഇവർ നമ്മളെ കയറ്റുള്ളൂ എന്ന്. അങ്ങനെ മൂന്നാമതൊരു വണ്ടി വന്നു, അതിൽ നമ്മൾ കയറി കേട്ടോ.
അടുത്തതായി നമ്മൾ പോവാൻ പോകുന്ന ലാവൻഡറും സൺഫ്ലവറും ഉള്ള സ്ഥലത്തേക്കാണ്. നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തിട്ടോ. നമ്മൾ ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് അവരുടെ ലാവൻഡർ പിക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഈ വണ്ടിയിൽ തന്നെ തിരിച്ചു പോവാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാവൻഡർ ഫീൽഡ് കണ്ടു. അടിപൊളി, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ ലാവൻഡർ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന കാണാൻ. ഇവിടുന്ന് ലാവൻഡർ പറിച്ച് വീട്ടിൽ കൊണ്ടുപോകണേൽ പിന്നെയും നമ്മൾ എക്സ്ട്രാ വേറെ പേ ചെയ്യണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ ലാവൻഡർ ഒന്നും പറിച്ചില്ല. ഇതിന്റെ ഭംഗി ഇങ്ങനെ നടന്നു കണ്ടു. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ ഉണങ്ങിയ പൂവിന് കുറച്ചുകൂടി മണമുള്ളതായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ട് പറഞ്ഞു, ഈ ഉണങ്ങിയ ലാവൻഡറിന്റെ പൂ റൂമിൽ വെച്ചാൽ നല്ല മണമായിരിക്കും. നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും കാറ്റുണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും നല്ലൊരു സീനറി കിട്ടിയോണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇവിടെ ഇങ്ങനെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഇവർ തന്നെ കുറച്ച് പ്രോപ്പർട്ടീസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഡോർ, പിയാനോ, ഊഞ്ഞാൽ, അങ്ങനെ അങ്ങനെ. നല്ല വെയിലായിരുന്നതുകൊണ്ട് എല്ലാവരും നല്ല ടയേർഡായി. ആശ്വാസത്തിന് ഒരു ലെമണൈഡ് കുടിച്ചുവെങ്കിലും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സൺഫ്ലവർ ഇങ്ങനെ ദൂരത്ത് നിന്ന് കണ്ടേ ഉള്ളൂ, അങ്ങോട്ടേക്ക് പോയേ ഇല്ല. എല്ലാവരും ക്ഷീണിച്ചുകൊണ്ട് തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു. അടുത്ത വണ്ടി വന്നപ്പോഴേക്കും നമ്മൾ അതിൽ കയറിട്ടോ. നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ ഈ വണ്ടി കൊണ്ടുപോയി നിർത്തും. അങ്ങനെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇനി നെക്സ്റ്റ് എന്താണെന്ന് പ്ലാൻ ചെയ്യുവാണ് കേട്ടോ. എവിടെന്നെങ്കിലും കുറച്ച് ഫുഡ് കഴിക്കണം എന്നതായിരുന്നു അടുത്ത പ്ലാൻ. എല്ലാവരും അത്രയ്ക്കും ടയർഡ് ആയിട്ടുണ്ടായിരുന്നു, നല്ല വെയിലും. നമ്മൾ പോയപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇവിടെ തിരിച്ചു വന്നപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടിക്കറ്റ് എടുക്കാൻ ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ എല്ലാവരോടും ബൈ പറഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡും കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ.